Hello, welcome to my small world. April 29th, 2025 എൻ്റെ മോൻ്റെയും ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കഥകളി അരങ്ങേറ്റായിരുന്നു, അതും ഒരു സ്റ്റേജിൽ ഒരുമിച്ച്. രാവിലെ അമ്പലത്തിലൊന്ന് പോയി തൊഴണം, പിന്നെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഹായ് വെക്ക്. ഹായ്. വാ. ഇതെൻ്റെ ചിറ്റയാ, അച്ഛൻ്റെ ഇളയ പെങ്ങള്. ഞങ്ങളുടെ കഥകളിയും കാണണം, പിന്നെ പറയാൻ വെക്കണം. അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചൊന്ന് കുറച്ച് ജോലി ചെയ്യാനുണ്ടായിരുന്നു. ഉള്ള സമയത്ത് അത് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. ഉച്ചയ്ക്ക് ആഹാരവും കഴിച്ചിട്ട് പോകാനായിട്ട് റെഡിയാകുക. ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. 4 മണിയാകുമ്പോഴത്തേക്കും ഒരുങ്ങുന്നിടത്തേക്ക് എത്തിയേക്കാൻ ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അലർജിയുണ്ട്, അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ രാത്രി കഴിക്കാനുള്ള ഗുളിക ഞാൻ 2 ഓൾറെഡി കയ്യിലെടുത്തു. അതുകൂടെ കഴിച്ചിട്ട് പോയാൽ സമാധാനത്തോടെ ഇരിക്കാമല്ലോ. പിന്നെ ദക്ഷിണ കൊടുക്കാനുള്ളവർക്കൊക്കെ വീട്ടിലിരുന്നങ്ങ് ദക്ഷിണ കൊടുത്തു. അച്ഛമ്മയും അച്ഛമ്മയുടെ അനിയത്തിയും ചിറ്റമാരും അപ്പച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും മോനും മാറി മാറി എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ ദക്ഷിണ കൊടുക്കുന്ന കണ്ട് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വസു. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് മനസ്സിൽ. പേടിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളിലെ ടെൻഷൻ പുറത്ത് കാണിക്കാതെ കഴിയുന്നതും വേറെ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചു. പിന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് സർപ്പക്കാവിലും തൊഴുത് ഞാൻ ഇറങ്ങി. ടുട്ടു ഓൾറെഡി അങ്ങോട്ടേക്ക് പോയി. കാര്യം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എങ്കിലും വെയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഉണ്ണി പറഞ്ഞു ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങുന്നിടത്തെത്തി. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ കളിച്ചിറങ്ങി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി ഈ ചുട്ടി കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. ടുട്ടു അവൻ്റെ എല്ലാം തനിയെ തന്നെയാണ് ചെയ്തത്. ആരുടെയും സഹായമൊന്നും ചോദിച്ചില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ അവനൊത്തിരി ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഥയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം മണി 2 കഴിഞ്ഞു. ഭയങ്കര രസമായിരുന്നു ഈ എക്സ്പീരിയൻസ്. ഞാനും അവനും ഒരേ സ്റ്റേജിൽ ഒരുമിച്ച് നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളത് അവൻ തന്നെയാണ് കേട്ടോ. അമ്മ എൻ്റെ കൂടെ വാ, പഠിക്ക്, ഞാൻ ആശാനോട് പറയാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കയറി. പിന്നെ ഇതൊരു ചെറിയ വാർത്തയായിരുന്നു. മാതൃഭൂമിയിലും ജന്മഭൂമിയിലും കേരള കൗമുദിയിലും ഒക്കെ ഞങ്ങളുടെ ന്യൂസ് വന്നു. പിന്നെ മാതൃഭൂമി ന്യൂസ് വന്ന് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. അതിതുവരെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ബിസി ആയിരുന്നതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ടാറ്റാ.